ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ട്രൈ ചെയ്യുന്നത് ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണ് കേട്ടോ. നമ്മൾ കാടമുട്ട വെച്ചുണ്ടാക്കുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ ഇതിന് വേണ്ടി നമുക്ക് ആദ്യം തന്നെ കാടമുട്ട നമുക്കൊന്ന് ബോയിൽ ചെയ്തെടുക്കാം കേട്ടോ. വെള്ളവും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് 1 കപ്പ് മൈദയാണ് കേട്ടോ. നിങ്ങൾ ആട്ടയിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1 കപ്പ് മൈദ, അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം. പിന്നെ 1 ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ നന്നായി കുഴച്ച് സോഫ്റ്റ് ആക്കി എടുത്തിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ അരിഞ്ഞെടുക്കണം കേട്ടോ. വളരെ നൈസായിട്ട് അരിഞ്ഞെടുത്തതാണ്. അപ്പം നമുക്ക് ആദ്യം തന്നെ എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് സവാള അരിഞ്ഞത് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അല്പം ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. വളരെ ചെറുതായി അരിഞ്ഞ് ഇഞ്ചി വെളുത്തുള്ളിയാണ് കേട്ടോ. അപ്പോൾ രണ്ടും കൂടെ നമ്മൾ ഇതിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, അല്പം മല്ലിപ്പൊടി എല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ഗരം മസാലയാണ് കേട്ടോ. അല്ലെങ്കിൽ പെരുംജീരകത്തിൻ്റെ പൊടി ആയാലും മതി. നമ്മൾ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പച്ചമണമൊക്കെ മാറി വരുമ്പോൾ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. വളരെ ചെറിയ തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാം നന്നായി സെറ്റായി വരുമ്പോൾ നമുക്കതിലേക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അല്പം വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുള്ള കാടമുട്ട തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കാടമുട്ടയുടെ ഈ മിക്സ് നന്നായി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മൈദയാണ് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളതൊന്ന് നന്നായി വലിയതായിട്ടൊന്ന് പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് അതിൽ കുറച്ച് മൈദയുടെ പൊടി കൂടെ അങ്ങനെ വിതറി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ നന്നായി അതിന് ശേഷം ഇതുപോലെ പകുതി വെച്ച് മടക്കി കൊടുക്കാം കേട്ടോ. ഇനി മടക്കിയ ഭാഗത്തുകൂടെ ഓയിൽ തടവി കൊടുക്കാം. എന്നിട്ട് കുറച്ച് മൈദയുടെ പൊടി കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മൈദ ഈ ഷേപ്പിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു സ്ക്വയറായിട്ട് നമ്മൾ ഇത് മടക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് നന്നായി പരത്തിയെടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കാടമുട്ടയുടെ റോസ്റ്റ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ, ആ മസാല. അപ്പോൾ നമ്മളിതിലെല്ലാത്തിലും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇതിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ചെറിയ തീയിൽ കുക്ക് ചെയ്താൽ മതി കേട്ടോ. മൈദെല്ലാം നന്നായി കുക്കാവാൻ വേണ്ടിയിട്ടാണ്. ഒത്തിരി തീയായിപ്പോയാൽ കരിഞ്ഞു പോവും, ഉള്ളു വേവാതിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളിത് ഇതുപോലെ നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ചെറിയ തീയാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് കിട്ടും കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി ഒരു സ്നാക്കാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. കുഞ്ഞി കാടമുട്ട അതൊക്കെ കുട്ടികൾക്ക് ഇഷ്ടമാണല്ലോ. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ നോമ്പിനൊക്കെ നിങ്ങൾക്ക് ഇതൊക്കെ ട്രൈ ചെയ്യാം കേട്ടോ. താങ്ക് യു.